ഇതിൽ ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. അതായത് മിഷൻ സമുദ്ര ആകപ്പാടെ ആലോചിക്കുന്നത് ഏതാണ്ട് 10,000 കോടിയുടെ നിക്ഷേപം എന്നതാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞതാണ് എന്നാണ് വിശദീകരിക്കുന്നത്. പക്ഷേ ഇത് ഒന്നിലേറെ തവണ വി ഡി സതീശൻ ഈ 10,000 കോടി ടാറ്റ കൊണ്ടുവരുന്ന കാര്യം ആവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം. അതുമാത്രമല്ല, അങ്ങനെ ആവർത്തിക്കപ്പെട്ടത് കൊണ്ടാണ് ടാറ്റ നേരത്തെ പറഞ്ഞതുപോലെ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അത് നിഷേധിച്ച് രംഗത്തെത്തിയത്. കാരണം എന്താണ്? ഒരു മുഖ്യമന്ത്രിയാണ്, ഒരു സംസ്ഥാനത്തിൻ്റെ, അതും കേരളം പോലൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് 10,000 കോടിയുടെ നിക്ഷേപം ടാറ്റ നടത്താൻ പോകുന്നു കേരളത്തിൽ, 1000 ഏക്കറിൻ്റെ വലിയ പ്രോജക്റ്റ് വരാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു പ്രഖ്യാപനം. അതിന് വലിപ്പം വളരെ വലുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെല്ലാം സംഭവിക്കുന്നുണ്ടാകും സനീഷേ. കാരണം ഒരു വലിയ കമ്പനി, ടാറ്റ പോലൊരു കമ്പനി, അവരാദ്യമായി കപ്പൽ നിർമ്മാണ മേഖലയിലേക്ക് കടക്കുന്നു എന്നുള്ളത് ലോകവ്യാപകമായി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രഖ്യാപനമായി മാറും. രണ്ടാമത്, ഇവരുടെ ഈ കമ്പനികളുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന അവരുടെ ഈ റൈവൽസ് ഉണ്ടല്ലോ, അവരെല്ലാം ഇതിൻ്റെ 4 ഇരട്ടി ചർച്ച ചെയ്തിട്ടുണ്ടാവും. ഇനി ഇപ്പോൾ കപ്പൽ നിർമ്മാണ രംഗത്തുള്ള കമ്പനികൾ എന്തെല്ലാം ചർച്ചകൾ ഇതിന്മേൽ നടത്തിയിട്ടുണ്ടാവും, അവരുടെ ആലോചനകൾ ഏതെല്ലാം മട്ടിൽ പോയിട്ടുണ്ടാവും. ഇതിനെല്ലാം അപ്പുറം ഇവരുടെയൊക്കെ ഓഹരികളിൽ സ്വാഭാവികമായി, ഇനിയിപ്പോൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഉണ്ടാവേണ്ടതാണ്, ഉണ്ടായേനെ ഒരുപക്ഷെ. ഈ പ്രഖ്യാപനം ഈ 24 മണിക്കൂറിനുള്ളിൽ ടാറ്റ കമ്പനി തന്നെ ഇങ്ങനെ ഒരു ആലോചന ഇല്ല എന്നുള്ള വിവരം പുറത്തറിയിച്ചില്ലായിരുന്നെങ്കിൽ അതിനപ്പുറത്തുള്ള ചർച്ചകളിലേക്ക് പോവില്ലേ? മാത്രമല്ല, ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം സ്വാഭാവികമായും ഈ കമ്പനിയുടെ ഒരു വിശ്വാസ്യതയോ അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു വളർച്ചയെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളോ ഒക്കെ പുറത്തു വരുന്നതിനനുസരിച്ചാണ് നേരിയ ചലനങ്ങൾ ഈ മാർക്കറ്റ് ഷെയറിലൊക്കെ ഉണ്ടാകുന്നത്. അതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഇനി വേണമെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത്. കാരണം എന്താ, ഈ ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മീഡിയയിലൂടെയാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബ്ലൂംബർഗ് അടക്കമുള്ളവരാണ് ഇത് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇത് ബിസിനസ് സ്റ്റാൻഡേർഡിൽ വരുന്നു, ബ്ലൂംബർഗിൽ വരുന്നു, അതിങ്ങനെ പറന്നു. അതിന് ശേഷം ആ വാർത്ത ഒരു ദിവസം അങ്ങനെ വളരെ സജീവമായി ചർച്ചയായി. 2-ാം ദിവസത്തിലേക്ക് കടക്കാൻ ഏതായാലും സമ്മതിച്ചില്ല, ടാറ്റ ഗ്രൂപ്പ് തന്നെ അത് നിഷേധിച്ചു. അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താണ്? നിലവിലുള്ള അവരുടെ ഒരു പ്രോജക്റ്റുമായി ചേർത്ത് വെച്ചാണ് പറയുന്നത്. പക്ഷെ അതാണ് മലബാർ സിമൻറ്റുമായിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്. അത് 2026 ഫെബ്രുവരി, അതാണ് പി രാജീവ് പറഞ്ഞത്. അന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സബ്മിറ്റ് നടന്നപ്പോൾ അവിടെ വച്ച് ധാരണയിലായ ഒരു പദ്ധതി, മലബാർ സിമൻറ്റുമായി ഉള്ള ഒരു ജോയിൻറ്റ് വെഞ്ചർ, 500 കോടി രൂപയുടെ ബോട്ട് നിർമ്മാണ യൂണിറ്റാണ്. ബോട്ടും കപ്പലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതല്ല, 10,000 കോടിയും 500 കോടിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. 500 കോടിയും 10,000 കോടിയും വ്യത്യാസം ഉണ്ടെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നിലവിൽ ആ പദ്ധതിയിൽ 10 കോടിയേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതായത് 10 കോടി ഇൻവെസ്റ്റ് ചെയ്ത ഒരു പദ്ധതിയാണ് 10,000 കോടിയുടെ പദ്ധതിയായി അവതരിപ്പിക്കപ്പെടുന്നതെങ്കിൽ അത് വലിയ കുഴപ്പമാണ്. സനീഷ് എപ്പോഴും പറയുമല്ലോ, അർത്ഥസത്യങ്ങൾ പറയുന്നത് ഒരു പ്രശ്നമാണെന്ന്. അർത്ഥസത്യമാകണമെങ്കിൽ 5,000 കോടിയുടെ പദ്ധതി ആയിരിക്കണം. ഇത് അർത്ഥമല്ല. 500 കോടിയുടെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതി 10 കോടിയെ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രശ്നം. പിന്നെ ഈ ലാൻഡിൻ്റെ കാര്യത്തിൽ, അത് പോർട്ട് ട്രസ്റ്റിൻ്റെ ലാൻഡാണ്. ആ ലാൻഡുമായിട്ട് സംസ്ഥാന സർക്കാരിന് വേറെ നേരിട്ട് ബന്ധമുള്ള സ്ഥലമല്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഭൂമിയിലാണ് ഈ പദ്ധതി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ ചർച്ചകൾ വരുന്നത്. അത് 1000 ഏക്കറിൽ 2000 ഏക്കറിൽ എന്നൊക്കെ പറഞ്ഞുള്ള വലിയ ചർച്ചയായി മാറിയതല്ല. ഞാൻ ഞെട്ടിപ്പോയത്, ഇത് മാധ്യമങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? സനീഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഈ എന്തായിരുന്നു ബേബിയുടെ കാര്യം, മാതൃഭൂമി 1-ാം പേജിൽ പെട്ടിക്കോളം വാർത്ത കൊടുത്തത് അത് വിശ്വസിച്ചിട്ടാണല്ലോ. അപ്പോൾ തെറ്റായ ഒരു വിവരത്തെ വിശ്വസിച്ച് മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. ഈ തെറ്റായ വിഷയത്തെ വിശ്വസിച്ച് ഇന്ന് മാതൃഭൂമിയും മനോരമയും പ്രബന്ധങ്ങൾ തയ്യാറാക്കിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ എന്തൊക്കെയോ വിശദാംശങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അവർ അറിഞ്ഞ മട്ടിൽ എഴുതിയിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ടിന് അടുത്തായിരിക്കും സ്ഥലം കണ്ടെത്തുക എന്നൊരു പത്രം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നിൽക്കുന്നത് ഈ പറയുന്ന ഈ കൊച്ചി ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ കൊച്ചിയിൽ നടക്കുന്ന കൊച്ചിയിൽ നടക്കുന്ന ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ പല വഴിക്ക് പോയി. പണ്ടൊക്കെ പറയും കറുത്ത് ഛർദ്ദിച്ചു എന്നുള്ളത് 10 ചെവി എത്തിക്കഴിയുമ്പോൾ കാക്കയെ ഛർദ്ദിച്ചു എന്നാവുമെന്ന്. ആ മട്ടിലാണോ ഒരു മുഖ്യമന്ത്രി കാര്യങ്ങൾ പറയേണ്ടത്? അങ്ങനെയാണ് പറയേണ്ടത്. കാരണം ഇത് ദൂരവ്യാപകമായ കുഴപ്പങ്ങളുണ്ടാക്കുന്ന സംസ്ഥാനത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ലേ?
സംസ്ഥാനത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ലേ? അത് ആ ആലോചന ഇല്ലാതെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്നത്? എനിക്ക് വളരെ പോസിറ്റീവായി എന്നിട്ടും ഞാനിതിൽ കാണാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ, വലിയ സ്വപ്നങ്ങളും വലിയ പ്രതീക്ഷകളും വി ഡി സതീശന് കേരളത്തെക്കുറിച്ചുണ്ട്. ആ സ്വപ്നങ്ങളിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എന്ന് കരുതി ഞാനങ്ങ് സമാധാനിക്കുകയാണ്. അല്ലെങ്കിൽ വലിയ നാണക്കേടല്ലേ ഇത്? വലിയ നാണക്കേടല്ലേ ഇത്? ഒന്നാം ദിവസവും രണ്ടാം ദിവസവും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ വിശ്വസിച്ച് മാധ്യമങ്ങൾ വേറെ പ്രബന്ധങ്ങൾ ഉണ്ടാക്കുകയാണ്. എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ള കാര്യം അതാണ്, നമ്മളടക്കമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഒറ്റയടിക്ക് ഇത് വിശ്വസിച്ച് നമ്മൾ അതിൻ്റെ സൈഡ് സ്റ്റോറികൾ ചെയ്തു കൂടാ. മനസ്സിലായില്ലേ? ഈ സൈഡ് സ്റ്റോറി എന്നൊക്കെ പറയുന്നത് ഗ്യാസ് മാത്രമായിരുന്നു എന്നുള്ളത് വേറൊരു സത്യം. കാരണം അത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അതേക്കുറിച്ച് ഇന്നിപ്പോൾ കണ്ട മട്ടിൽ ഉള്ള വിശദാംശങ്ങൾ ഇവർക്ക് ലഭിക്കുക? എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് കൊടുത്തിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വിശദീകരണം വന്നു കഴിഞ്ഞു. പക്ഷേ ഞാൻ പറയാം, അതായത് ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചു എന്നാണ് ആദ്യ വാചകം. പിന്നെ ഭൂമി സർക്കാർ ലഭ്യമാക്കും, കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കാനുള്ള നിർദ്ദേശമാണ് ടാറ്റ ഗ്രൂപ്പ് സമർപ്പിച്ചത്. എവിടെയാണ് പദ്ധതി വരുന്നതെന്ന് വ്യക്തമാക്കിയില്ല. ഈ വിഷയത്തിൽ ടാറ്റ ഗ്രൂപ്പ് ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. ടാറ്റയിൽ നിന്ന് പ്രൊജക്ട് റിപ്പോർട്ട് സർക്കാർ ആവശ്യപ്പെട്ടു എന്ന് പത്രം എഴുതി. അല്ല, ഞാൻ പത്രത്തെ കളിയാക്കുകയല്ല. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തന സജ്ജമായതോടെ സമുദ്ര വ്യവസായ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരുമെന്നതിൻ്റെ സൂചനയായി ടാറ്റയുടെ സന്നദ്ധത വിലയിരുത്തുന്നു. ഞാൻ ഇന്നലെയും പറഞ്ഞാണ്, മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ വിഴിഞ്ഞത്ത് തുറമുഖം, ഞാൻ എല്ലാ ദിവസവും പത്രത്തിലെ പേര് പറഞ്ഞ് എനിക്ക് അവരുടെ രോഷം എനിക്ക് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വിഴിഞ്ഞത്ത് തുറമുഖമുള്ളതിനാൽ സമീപ പ്രദേശത്ത് കപ്പൽശാല വന്നേക്കും. എങ്ങനെയാണിതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇത് ഒറ്റയടിക്ക് വിശ്വസിച്ച് ആ മട്ടിൽ കാര്യങ്ങൾ തയ്യാറാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മൾ പ്രബന്ധങ്ങൾ തയ്യാറാക്കേണ്ടതില്ല ഈ മട്ടിൽ, അല്ലെങ്കിൽ സൈഡ് സ്റ്റോറികൾ ചെയ്യേണ്ടതില്ല. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന മുറയ്ക്ക് അതിലേക്ക് കടന്നാൽ മതിയാകും എന്നുള്ളതാണ് തൽക്കാലം ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോടും എനിക്ക് പറയാനുള്ളത്.